വെല്ലുവിളി തന്നെയാണ് എന്നാണ് എൻ്റെ പക്ഷം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്ലൈമാക്സ് എത്താത്ത ഒരു നാടകത്തിൻ്റെ ആദ്യ രംഗങ്ങൾ മാത്രമാണ് എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഇതിൽ ചില കഥാപാത്രങ്ങൾ, തെക്ക് ഒരു കടകംപള്ളി സുരേന്ദ്രനുണ്ട്, മുഹമ്മദ് റിയാസിനെതിരെ ഒരു നിയമസഭയിൽ തന്നെ ചോദ്യം ഉന്നയിക്കുന്ന കടകംപള്ളി സുരേന്ദ്രൻ. നിങ്ങൾ വടക്കോട്ട് പോയാൽ ഒരു പി ജയരാജനുണ്ട്. ഇവർ രണ്ടുപേർക്കുമൊപ്പം സ്പീക്കർ ഷംസീർ മറ്റൊരു കഥാപാത്രമായി ഇതിൽ നിൽക്കുന്നുണ്ട്. ഞാനിത് പറഞ്ഞത് ഈ നാടകത്തിൽ ഇവരൊന്നും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയാണ്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഉരുത്തിരിഞ്ഞു വരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിലെ പ്രധാനപ്പെട്ട ചില വിഭാഗീയതയുടെ ഒപ്പം നിലപാട് വ്യത്യാസങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള നിലപാടുകളുടെ ഒക്കെ പേരിൽ ഇവരുടെ പേരൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രി മറന്നു പോകുമ്പോൾ ഈ വിഴിഞ്ഞത്ത് ഉമ്മൻചാണ്ടിയെ ഓർമ്മിക്കാതെ ഈ ദിവസം പൂർണ്ണമാവില്ല എന്ന് സ്പീക്കർ പറയുമ്പോൾ, ഫേസ്ബുക്ക് പോസ്റ്റിടുമ്പോൾ അതിൽ ഒരുപാട് വായിച്ചെടുക്കാൻ നമുക്കുണ്ട്. ഇത് ഒരു കഥാപാത്രവും 3 കഥാപാത്രങ്ങളും അതിൽ ഒരു സന്ദർഭവുമാണ്. ഇനി മറ്റു ചില കഥാപാത്രങ്ങളുണ്ട്. കണ്ണൂരിലുണ്ട് ഒരു മനു വർഗീസ്. ആ മനു വർഗീസ് പാർട്ടിയിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം വെല്ലുവിളിക്കുന്നതും നിശിതമായി വിമർശിക്കുന്നതും പി ജയരാജനെയും മകനെയുമാണ്. ആ ഘട്ടത്തിൽ പാർട്ടിയുടെ ജില്ലാ നേതൃത്വം ജയരാജനോടൊപ്പമോ മകനോടൊപ്പമോ പരസ്യമായി നിലപാടെടുത്ത് നിൽക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. അപ്പോൾ കണ്ണൂരിലൊരു മനു വർഗീസ്. കോഴിക്കോട്ടേക്ക് വന്നാലോ, അവിടെ ഒരു പ്രമോദ് കോട്ടുള്ളി. പ്രമോദ് കോട്ടുള്ളിയും ഇന്ന് ശ്രീജിത്തിൻ്റെ വീട്ടിന് മുന്നിലാണ് വെല്ലുവിളി നടത്തിയിരിക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ പ്രമോദ് വെല്ലുവിളിച്ചിരിക്കുന്നത് ഈ പാർട്ടിയിലെ ജില്ലാ നേതൃത്വവുമായി ബന്ധപ്പെട്ട ഒരു വിഭാഗത്തെയാണ് എന്നത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ പ്രമോദിൻ്റേത് വെല്ലുവിളിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ക്ലൈമാക്സ് എത്താത്ത ഒരു നാടകത്തിൻ്റെ ആദ്യ രംഗങ്ങൾ മാത്രമാണ് നമ്മൾ കാണുന്നത്. ഈ ഘട്ടത്തിൽ ഇത് എവിടേക്ക് പോയി നിൽക്കുമെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. പക്ഷേ തിരഞ്ഞെടുപ്പിന് ശേഷവും അതിന് തൊട്ടു മുൻപും ഈ പാർട്ടിക്കുള്ളിലെ ചില ജില്ലാ കമ്മിറ്റിയിലെ ചില നേതാക്കളുടെ തീർച്ചയായും റിയൽ എസ്റ്റേറ്റും ഒപ്പം തന്നെ പരസ്യ കമ്പനികളുമായിട്ടുള്ള ബന്ധങ്ങളും ഒപ്പം തന്നെ വ്യത്യസ്ത ബിസിനസ് താല്പര്യങ്ങളുമെല്ലാം ഈ നാടകത്തിലെ ഒരു പ്രധാനപ്പെട്ട കഥാസന്ദർഭമായി വരുന്നുണ്ട് എന്നതാണ് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്. ഇനി എന്താണ് കോഴിക്കോട് സംഭവിച്ചത്? ഞാൻ നടത്തിയ ഒരു പ്രാഥമിക അന്വേഷണത്തിൽ എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ ഞാൻ പ്രേക്ഷകരോട് പറയാം. ഒന്ന്, ഈ വിഷയം കഴിഞ്ഞ മെയ് മാസത്തിൽ ഒരു പരാതിയായി സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ജില്ലാ കമ്മിറ്റിക്ക് എത്തുമ്പോൾ അതിന് മുൻപൊരു അന്തരീക്ഷമുണ്ട്. അത് ഏരിയ കമ്മിറ്റി അംഗമായ പ്രമോദ് കോട്ടുള്ളിക്കെതിരെ റിജുല എന്ന് പറയുന്ന ലോക്കൽ കമ്മിറ്റി അംഗം ജില്ലാ കമ്മിറ്റിക്ക് പരാതി നൽകുന്നു. ആ പരാതി തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ കിട്ടുന്ന ജില്ലാ കമ്മിറ്റി പി മോഹൻ മാഷും ഒപ്പം തന്നെ ഇളമരം കരീമും ഗിരീഷും ഒപ്പം പ്രദീപും ഒക്കെ അടങ്ങുന്ന ഒരു വിഭാഗം അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ പേരുകളൊക്കെ ഒരു വിഭാഗമായി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നവരാണ് എന്നതാണ് വ്യക്തമാകുന്നത്. ഇവരുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും മുതിർന്നവരാണ്. ശരിക്കും പാർട്ടിയിലെ ഒരു സീനിയർ ജനറേഷനാണ് ഇവരിത്രയും പേർ. മറുഭാഗത്ത് വസീഫ്, റിയാസ്, ഒരു പരിധിവരെ സച്ചിൻ ദേവ്, ഈ പ്രമോദ് കോട്ടുള്ളിയെ പോലെയുള്ള നേതാക്കൾ, അങ്ങനെ കുറേ ആളുകൾ മറുഭാഗത്തുണ്ട്. നിഖിലിനെ പോലെയുള്ളവർ, അമറിനെ പോലെയുള്ളവർ, അങ്ങനെ ഒരു വിഭാഗം നേതാക്കളുമുണ്ട്. അമർ പാർട്ടിയിൽ ഇപ്പോഴില്ല എങ്കിൽ പോലും. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ പരാതി വരുമ്പോൾ ജില്ലാ കമ്മിറ്റി പ്രമോദ് കോട്ടുള്ളിക്കെതിരായ ഒരു പരാതി ലോക്കൽ കമ്മിറ്റി അംഗം കൊടുത്തത് വേണ്ട അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യുന്നില്ല. ഇത് സംസ്ഥാന കമ്മിറ്റിയിലെത്തുന്നു. സംസ്ഥാന കമ്മിറ്റി ജില്ലാ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഒരു 4-അംഗ കമ്മീഷന് തീരുമാനിക്കുന്നത്. അത് ഗിരീഷ് അടക്കം മമ്പത്ത് ഗോപാലൻ അടക്കമുള്ളവർ ആ അന്വേഷണ കമ്മീഷനിൽ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു. അതിലാണ് ചില ശബ്ദരേഖകളുടെ സാന്നിധ്യം ഉണ്ടാവുന്നത് തിരിച്ചറിയുന്നത്. പക്ഷെ അപ്പോഴും പാർട്ടി എടുത്ത നിലപാടെന്താ? ഇങ്ങനെ കോഴയാരോപണം വന്നിട്ടില്ല എന്നാണ് പുറത്തെടുത്തത്. അതങ്ങനെയാണ് ആ പാർട്ടിയുടെ നിലപാട്. ഇനി ഇതിൽ പ്രമോദ് കോട്ടുള്ളിയുടെ റോൾ എന്ത് എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രമോദ് കോട്ടുള്ളിയും ഈ പൈസ കൊടുത്തു എന്ന് പറയുന്ന ഹോമിയോ ഡോക്ടറുടെ ഭർത്താവായ ശ്രീജിത്ത് തമ്മിൽ ബന്ധമുണ്ട്. അത് പ്രമോദ് തന്നെ സമ്മതിക്കുന്നുണ്ട്. പ്രമോദിൻ്റെ അളിയൻ്റെ സുഹൃത്തായ ഈ ശ്രീജിത്തുമായി കുറേ കാലങ്ങളായി അദ്ദേഹത്തിന് അടുത്ത ബന്ധമാണ് ഉള്ളത്. അവർ നല്ല സുഹൃത്തുക്കളുമാണ്. അവർ പരസ്പരം മെസ്സേജുകൾ അയക്കുകയും ചെയ്യും. ഇനി ഇത് തുടങ്ങുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, തീർച്ചയായും ശ്രീജിത്തിൻ്റെ ഭാര്യ കാസർഗോഡ് ജോലി ചെയ്യുന്ന ഹോമിയോ ഡോക്ടർക്ക് കോഴിക്കോട്ടേക്ക് ഒരു ട്രാൻസ്ഫർ വേണമെന്നുള്ള ആവശ്യമാണ് ഈ നാടകത്തിലെ ഈ കഥയുടെ തുടക്കമെന്ന് പറയുന്നത്. ഈ ശ്രീജിത്ത് ഭാര്യയുടെ ട്രാൻസ്ഫർ ആവശ്യത്തിനായി സമീപിക്കുന്നവരിൽ ഒരാൾ പ്രമോദ് കോട്ടുള്ളിയാണ്. സാധാരണ രീതിയിൽ നമ്മൾ പാർട്ടിക്കുള്ളിലെ ട്രാൻസ്ഫറും പാർട്ടിക്കുള്ളിലെ അപ്പോയിൻമെൻറ്റും ഒക്കെ തീരുമാനിക്കുന്നൊരു രീതിയുണ്ട്. അതാത് ബ്രാഞ്ച് ഘടകത്തിൻ്റെയോ അതായത് നിങ്ങൾ അംഗമായിരിക്കുന്ന ഘടകത്തിൻ്റെ കത്തുമായി നിങ്ങൾ അതാത് ഓഫീസിനെ നിയന്ത്രിക്കുന്ന ഒരു ഫ്രാക്ഷനിൽപ്പെട്ട അംഗത്തിലേക്ക് നിങ്ങൾ എത്തണം. അങ്ങനെയാണ് പാർട്ടിക്കുള്ളിലെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ തെറ്റാണോ എന്ന് ചോദിച്ചാൽ മെറിറ്റിനെ മറികടന്ന് പോകുന്ന ഘട്ടത്തിൽ അത് തീർച്ചയായും തെറ്റ് തന്നെയാണ്. പക്ഷേ മെറിറ്റുള്ള ഘട്ടത്തിൽ നിങ്ങൾ പാർട്ടിയുടെ കീ പോസ്റ്റിലേക്ക് നിങ്ങൾ പരിഗണിക്കുന്നത് ഇങ്ങനെയൊരു സംവിധാനം പാർട്ടിക്കുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ കത്തുമായി പോകുന്ന ഘട്ടത്തിൽ
കത്തുമായി പോകാൻ പ്രമോദ് ശ്രീജിത്തിനോട് പറയുന്നു. പക്ഷെ പിന്നീട് ശ്രീജിത്തും പ്രമോദും തമ്മിൽ നിരവധി കമ്മ്യൂണിക്കേഷനുകൾ നടക്കുന്നു. പൈസയുടെ ഇടപാട് ആദ്യഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. എന്നാൽ അതിനുശേഷം ഈ സ്ഥാനചലനം എന്നതിനും അപ്പുറത്തേക്ക് ഒരു പുതിയ പോസ്റ്റിലേക്ക് ഉള്ള നിയമനത്തെക്കുറിച്ചുള്ള ചർച്ച വരുന്നു. അതിനുശേഷം PSC അംഗത്വത്തെക്കുറിച്ചുള്ള ചർച്ച വരുന്നു. ഈ ഘട്ടമാകുമ്പോഴേക്കാണ് പരാതി ജില്ലാ കമ്മിറ്റിയിൽ എത്തുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് പ്രമോദിനോട് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ജില്ലാ സെക്രട്ടറി തന്നെ P. മോഹനൻ തന്നെ വിളിച്ചു പറയുന്നു, ഇനി ശ്രീജിത്തുമായി സഹകരിക്കാൻ പാടില്ല, ശ്രീജിത്തിനെ കാണാനോ ശ്രീജിത്തുമായി ബന്ധപ്പെടാനോ പാടില്ല എന്ന് ജില്ലാ കമ്മിറ്റി ഒരു നിർദ്ദേശം കൊടുക്കുന്നു. ഇതിനെ തുടർന്ന് പ്രമോദ് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അവസാനമായി ശ്രീജിത്തിനെ വീടിന് പുറത്ത് കോഴിക്കോട് നഗരത്തിൽ ഒരു സ്ഥലത്ത് വെച്ച്, കൃത്യമായി പറഞ്ഞാൽ കല്യാൺ സിൽസിൻ്റെ മുന്നിലോ മറ്റോ വെച്ച് കാണുന്നു. ആ കണ്ടുമുട്ടലിലാണ് ഈ വിവാദങ്ങളെക്കുറിച്ച് പരസ്പരം സംസാരിക്കുകയും തന്നെ മുൻനിർത്തിക്കൊണ്ടുള്ള ഈ നാടകം എന്തിനാണെന്ന് പ്രമോദ് ചോദിച്ചതായി പ്രമോദിൻ്റെ ഭാഷ്യം നമ്മൾ കേൾക്കുന്നത്. അവിടെ ശ്രീജിത്തുമായി ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് തിരിച്ച് വീട്ടിലെത്തുന്നതിന് മുമ്പ് പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ നിന്നൊരു കോൾ വരികയും താങ്കളോട് പാർട്ടി ആവശ്യപ്പെട്ടിട്ടും ശ്രീജിത്തിനെ കാണാൻ ശ്രീജിത്തിൻ്റെ വീട്ടിൽ താങ്കൾ പോയത് അച്ചടക്ക ലംഘനമാണ് എന്ന് ആദ്യം പ്രമോദിനോട് പറയുന്നത് ആ ഘട്ടത്തിലാണ്. അവിടെ മുതലാണ് യഥാർത്ഥത്തിൽ പ്രമോദിന് ഈ വിഷയത്തിൽ തനിക്കെതിരെ ഒരു വിഭാഗം നീങ്ങുന്നുണ്ട് എന്ന് ചിന്തിക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവും. ഞാൻ മനസ്സിലാക്കുന്നത് പ്രകാരം പ്രമോദ് നേരിട്ട് ശ്രീജിത്തിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഒരു പൈസ ഇടപാട് ഇതിൽ നടന്നിട്ടുണ്ട്. അതാരും നടത്തി എന്നുള്ളത് പ്രമോദിനും ശ്രീജിത്തിനും ഒക്കെ അറിയാവുന്ന വിഷയമാണ്. പക്ഷേ അത് വെളിപ്പെടുത്താറായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പൈസ ഇപ്പോൾ സെറ്റിൽ ചെയ്തു. ഈ വിഷയത്തിൽ ശ്രീജിത്തിന് പരാതിയില്ലാത്തതുകൊണ്ട് കേസെടുക്കാൻ പോലീസിന് കഴിയില്ല. പോലീസ് അവിടെ നിസ്സഹായമായി നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നു. പക്ഷേ എന്തിനു വേണ്ടിയാണ് തന്നെ ഇതിൽ പെടുത്തിയത് എന്നതാണ് പ്രമോദിൻ്റെ ചോദ്യം. ആ ചോദ്യം പ്രസക്തവുമാണ്. കാരണം പ്രമോദും ശ്രീജിത്തും തമ്മിലുള്ള സുഹൃത്ത് ബന്ധത്തെ മുതലാക്കിക്കൊണ്ട് ഒരു വിഭാഗം ഇതിനിടയിൽ കടന്നിട്ടുണ്ടെങ്കിൽ അവരാരാണ്? ഈ ഘട്ടത്തിൽ പ്രമോദിനെ പോലെയുള്ളൊരു സാധാരണ ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെ നീങ്ങാനുള്ള എന്ത് ഭീഷണിയാണ് പ്രമോദ മറുവിഭാഗത്തിന് കൊടുത്തിരിക്കുന്നത് എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. അവിടെയാണ് പ്രമോദിന് ചിലത് വെളിപ്പെടുത്താനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് പ്രമോദ് വെളിപ്പെടുത്തുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. പ്രമോദ് ഇന്നും ആവർത്തിക്കുന്നത് പാർട്ടി തൻ്റെ രക്ഷിതാവാണ് എന്നാണ്. അതുകൊണ്ട് പാർട്ടിക്കെതിരെ ഒരു നിലപാടുമായി താൻ പോകാനില്ല. പക്ഷേ തൻ്റെ അമ്മയെയും തൻ്റെ മകനെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയെങ്കിലും താൻ പൈസ വാങ്ങിയിട്ടില്ല എന്നത് തനിക്ക് തെളിയിക്കണം. ആ ഒരൊറ്റ പോയിന്റിലാണ് പ്രമോദ് നിൽക്കുന്നത്. പ്രമോദ് ഒരു പക്ഷേ അതിൽ വിജയിച്ചേക്കാം. ശ്രീജിത്ത് ഒരു പക്ഷേ പറഞ്ഞേക്കാം ഞാൻ പ്രമോദിന് പൈസ കൊടുത്തിട്ടില്ല എന്ന് ശ്രീജിത്ത് നാളെ പറഞ്ഞേക്കാം. പക്ഷേ പ്രമോദ് ഈ ചർച്ചകളുടെ ഭാഗമായി എന്നുള്ളത് പാർട്ടിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതിലുള്ള മെസ്സേജുകൾ പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. ആ മെസ്സേജുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രമോദിനെ ഇപ്പോൾ പുറത്താക്കി തൽക്കാലം തടിരക്ഷിക്കാൻ പാർട്ടിയിലെ ചില വിഭാഗം ശ്രമിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് അവസാനിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇതാ പാർട്ടിക്കുള്ളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗീയതയുടെ, ജില്ലാ കമ്മിറ്റിക്കുള്ളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന വിഭാഗീയതയുടെ പ്രത്യക്ഷ ലക്ഷണമാണ്. അവിടെയാണ് ഞാൻ ചില പേരുകളൊക്കെ പറഞ്ഞത്. ഒരു വിഭാഗം ചെറുപ്പക്കാർ, ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾ, ഇവർ തമ്മിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കൂടുതലായി രൂപപ്പെട്ടു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനെ നിയന്ത്രിക്കുന്ന ചില സാമ്പത്തിക താല്പര്യങ്ങളുമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു തന്നെ പോകണം. ഉദാഹരണത്തിന് കോഴിക്കോട് കോർപ്പറേഷൻ്റെ എല്ലാ പരിപാടികളുടെയും പരസ്യങ്ങൾക്ക് ടെൻഡർ വിളിക്കാതെ അതിന് അംഗീകാരം കിട്ടുന്നത് ഒരു വ്യക്തിയുടെ മാത്രം സ്ഥാപനത്തിനാണ്. ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഡെപ്യൂട്ടി മേയർ അറിഞ്ഞിട്ടാണോ എന്നതൊരു രാഷ്ട്രീയ ചോദ്യമാണ്. അപ്പോൾ കോഴിക്കോട് നഗരത്തിലെ കോർപ്പറേഷൻ്റെ പരിധിയിൽപ്പെട്ട ഇടങ്ങളിൽ വലിയ ഹോൾഡിങ്ങുകളിൽ സർക്കാരിൻ്റെ പരസ്യങ്ങൾ, അത് ജനസമ്പർക്ക സദസ്സാണെങ്കിലും ശരി, സയൻസ് ഫെസ്റ്റ് ആണെങ്കിലും ശരി, കോർപ്പറേഷൻ്റെ പരിപാടികളാണെങ്കിലും ശരി, ഈ പരിപാടികൾക്കെല്ലാം ഹോർഡിങ്ങുകൾ വയ്ക്കാനുള്ള അവകാശം ഒരൊറ്റ വ്യക്തിക്ക് മാത്രം ലഭിക്കുന്നത് എങ്ങനെയാണ് എന്നൊരു ചോദ്യം പ്രസക്തമാണ്. ഇത് ഒരു കാര്യം. രണ്ട്, നേരത്തെ സൂചിപ്പിച്ച പേര് പോലെ അമറിൻ്റെ വാഹനത്തിൽ ഇളമരം കരീം എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തുന്നു എന്നത് രണ്ടാമത്തെ പ്രശ്നം. ഇവരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിവിധ ബിസിനസ് ഗ്രൂപ്പുകൾ പല ബിസിനസ്സുകൾ ഏറ്റെടുത്ത് നടത്തുന്നു എന്നുള്ളത് മറ്റൊരു പ്രശ്നം. അതുകൊണ്ട് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്തു വരുന്നത് അത്ര പാർട്ടിക്കോ പാർട്ടി അണികൾക്കോ ഏതെങ്കിലും തരത്തിൽ ആശ്വസിക്കാവുന്ന വാർത്തയല്ല. അവിടെ പാർട്ടിക്കും അപ്പുറത്തേക്ക്, രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും അപ്പുറത്തേക്ക് സാമ്പത്തിക താല്പര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു നേതൃത്വം, പല നേതാക്കൾ ആ ഭാഗങ്ങളിലുണ്ട്. അവർ തമ്മിലുള്ള പടലപ്പിടക്കങ്ങളുടെ ഒരു രക്തസാക്ഷിയായി മാറുകയാണ് പ്രമോദ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് പ്രമോദിൽ മാത്രം നിൽക്കുന്ന ഒന്നല്ല. പ്രമോദ് ഈ നാടകത്തിൻ്റെ ഇടവേളയിൽ ഒരു പക്ഷേ അപ്രത്യക്ഷനാവുന്ന, ഇതുവരെയും ഈ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു കഥാപാത്രം മാത്രമാണ്. ഈ നാടകത്തിലെ നായകനോ വില്ലനോ പ്രമോദ് അല്ല എന്നാണ് എൻ്റെ ടേക്ക്. Meet the editors.